ഉച്ചയൂണിനൊരു അടിപൊളി ചീരത്തോരനായാലോ? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കിട്ടുന്ന പോലെ ഇലക്കറികൾ കഴിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഈ ചീര ഇവിടുത്തെ ചീരയല്ല, ഈ ചീര വാങ്ങിയതാണ് കേട്ടോ. ഇവിടുത്തെ ചീര ഉണ്ടായി വരുന്നതേ ഉള്ളൂ. നമ്മളിവിടെ ഒരു പ്രാവശ്യം മാത്രം ചീര വിത്ത് പാകി മുളപ്പിച്ചിരുന്നു. അതിന് ശേഷം എല്ലാ പ്രാവശ്യവും അതിൻ്റെ അരി വീണ് നല്ലോണം കിളുത്ത് വരും. പ്രത്യേകം കെയർ ഒന്നും കൊടുക്കാറില്ല കേട്ടോ. എന്നാലും നല്ല ഇലകൾ കിട്ടാറുണ്ട്. ഇലക്കറികളൊക്കെ കഴിവതും ഓർഗാനിക്കായിട്ട് നമ്മൾ സ്വന്തം ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിങ്ങനെയാണ് തോരൻ വെക്കുന്നത്. ഇലകളെല്ലാം നന്നായിട്ട് വൃത്തിയായി കഴുകി തോർത്തിയെടുത്തു. എന്നിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞു. അതിലേക്ക് കുറച്ച് മാത്രം തേങ്ങ ഒന്ന് തിരുമ്മി വെച്ചു. പാൻ വെച്ചു. അത് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും എണ്ണ ഒഴിച്ച് കടുക് മൂപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ആഡ് ചെയ്തു. അതിലേക്ക് ഉണക്കമുളക് കുഞ്ഞ് കഷ്ണമാക്കിയിട്ട് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇടാം. പിന്നെ അതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടു. അതിലേക്ക് കുറച്ച് ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചിരിക്കുന്ന ചീരയില മൊത്തം അതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒട്ടും ഇലകൾ തമ്മിൽ കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. പകുതി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. കാരണം നമ്മൾക്ക് വെന്ത് കഴിഞ്ഞാൽ അറിയുള്ളൂ അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന്. അതിന് മുമ്പ് ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടി പോവും. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഉപ്പും എല്ലാം പാകത്തിനാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ചോറെടുത്തു. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് വാഴക്കയിട്ട് വെച്ച മോരുചാറുണ്ടായിരുന്നു, കുറച്ച് മാങ്ങാച്ചാറുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ തോരൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇരുന്ന് കഴിക്കാനൊന്നും നേരെ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കാനൊന്നും നിന്നില്ല. പെട്ടെന്ന് കഴിച്ചിട്ട് പോവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.